നമസ്കാരം. നിങ്ങൾ ട്രേഡിംഗ് ചാർട്ടുകളൊക്കെ നോക്കുമ്പോൾ ഒരുപക്ഷേ ഈ വരകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കാണുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നുമെങ്കിലും സംഗതി വളരെ സിമ്പിളാണ്. മാർക്കറ്റിൽ എപ്പോഴാണ് വാങ്ങേണ്ടത്, എപ്പോഴാണ് വിൽക്കേണ്ടതെന്നൊക്കെ ഒരു ഐഡിയ തരാൻ സഹായിക്കുന്നൊരു കിടിലൻ ടൂളാണത്. അപ്പോൾ നമുക്ക് ഈ ബോളിഞ്ചർ ബാൻഡ്സ് എന്താണെന്നൊന്ന് വിശദമായിട്ട് നോക്കാം. ഏതൊരു ട്രേഡറും ഇൻവെസ്റ്ററും എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു സ്റ്റോക്കിന്റെ വില അതിപ്പോ കൂടുതലാണോ അതോ കുറവാണോ, ഇപ്പൊ വാങ്ങാൻ പറ്റിയ സമയമാണോ? ഈ ഒരു ചോദ്യത്തിനൊരു ഉത്തരം കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ബോളിഞ്ചർ ബാൻഡ്സ്. ഇതുണ്ടാക്കിയത് ജോൺ ബോളിഞ്ചർ എന്ന് പറയുന്ന ആളാണ്. ഇതിന്റെ പ്രധാന ഉപയോഗം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിന്റെ വോളാറ്റിലിറ്റി, അതായത് അതിന്റെ ചാഞ്ചാട്ടം അളക്കാനാണ്. ഒരു സ്റ്റോക്കിന്റെ വില ഭയങ്കരമായി മുകളിലോട്ടും താഴോട്ടും പോവാണോ, അതോ ഒരു ഒഴുക്കില്ലാതെ സൈഡിലേക്ക് പോവാണോ, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. സിമ്പിളായി പറഞ്ഞാൽ വിലയുടെ ഓരോ ചലനത്തിനും ഇതൊരു കോണ്ടെക്സ്റ്റ് തരും. അതായത് ഇപ്പോൾ കാണുന്ന ഈ വിലക്കയറ്റം നോർമലാണോ അതോ എന്തെങ്കിലും അസാധാരണമായി സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ ഇത് സഹായിക്കും. അപ്പോൾ ഈ ബോളിഞ്ചർ ബാൻഡ്സ് എന്ന് പറയുന്നത് സത്യത്തിൽ 3 വരകൾ ചേർന്നതാണ്. കാണുമ്പോൾ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുമെങ്കിലും നമുക്കിതിന്റെ ഓരോ ഭാഗവും എന്താണെന്ന് സിമ്പിളായിട്ടൊന്ന് നോക്കാം. ഇതിന്റെ സെന്ററിൽ അല്ലെങ്കിൽ ഹൃദയഭാഗത്ത് ഒരു 20 ദിവസത്തെ സിമ്പിൾ മൂവിംഗ് ആവറേജ് ഉണ്ട്. അതായത് ഒന്നുമില്ല, കഴിഞ്ഞ 20 ദിവസത്തെ ശരാശരി വില കാണിക്കുന്ന ഒരു ലൈൻ. ഇനി ഇതിന്റെ മുകളിലൊരു വരയുണ്ട്, അതിനെ നമുക്ക് അപ്പർ ബാൻഡ് എന്ന് വിളിക്കാം. അതുപോലെ താഴെയും ഒരെണ്ണമുണ്ട്, അതാണ് ലോവർ ബാൻഡ്. അപ്പോൾ ഈ നടുക്കത്തെ ലൈനും മുകളിലെയും താഴത്തേലും ബാൻഡും ഈ മൂന്നെണ്ണവും ചേർന്നതാണ് നമ്മുടെ ബോളിഞ്ചർ ബാൻഡ്സ്. ഓക്കെ, അപ്പോൾ ഈ മുകളിലെയും താഴത്തെയും ബാൻഡുകൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? അവിടെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നൊരു സംഭവം വരുന്നത്. പേരുകെട്ട് പേടിക്കണ്ട. സിമ്പിളായി പറഞ്ഞാൽ വിലകൾ അതിൻ്റെ ശരാശരിയിൽ നിന്ന്, അതായത് ആ നടുക്കത്തെ ലൈനിൽ നിന്ന് എത്ര ദൂരെയാണ് പോകുന്നത് എന്ന് കണക്കാക്കുന്ന ഒരു രീതിയാണിത്. ഇപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് ശരാശരിയിൽ നിന്ന് എത്രത്തോളം ചിതറിക്കിടക്കുന്നു എന്ന് നോക്കുന്നില്ലേ? അതുപോലെ തന്നെ സാധാരണയായിട്ട് ഈ ബോളിഞ്ചർ ബാൻഡുകൾ സെറ്റ് ചെയ്യുന്നത് ആ നടുക്കത്തെ മൂവിംഗ് ആവറേജിൽ നിന്ന് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മുകളിലും 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ താഴെയുമാണ്. ഇവിടെ ഈ 2 എന്നുള്ള സംഖ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ? കാരണം ഈ 2 സ്റ്റാൻഡേർഡ് ഡേവിയേഷൻ വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 95% സമയത്തും വില ഈ 2 ബാൻഡുകൾക്ക് ഉള്ളിൽ തന്നെയായിരിക്കും നീങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എപ്പോഴെങ്കിലും വില ഈ ബാൻഡിന് പുറത്തേക്ക് ചാടിയാൽ അതൊരു സാധാരണ സംഭവമല്ല, എന്തോ അസാധാരണമായി നടക്കുന്നു, നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഒരു സിഗ്നലാണ്. ഇനി ഈ ബാൻഡുകൾ എപ്പോഴും ഒരേ വീതിയിലായിരിക്കില്ല കേട്ടോ. മാർക്കറ്റിന്റെ മൂഡനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ഈ മാറ്റത്തിന് നമ്മൾ പറയുന്ന 2 പേരുകളാണ് സ്ക്വീസ്, പിന്നെ എക്സ്പാൻഷൻ. മാർക്കറ്റ് ഭയങ്കര സൈലന്റ് ആയിരിക്കുമ്പോൾ, അതായത് വിലയിൽ വലിയ അനക്കമൊന്നുമില്ലാത്തപ്പോൾ, ഈ ബാൻഡുകൾ ഒരു റബ്ബർ ബാൻഡ് ചുരുങ്ങുന്നത് പോലെ അടുത്തേക്ക് വരും. ഇതിനെയാണ് നമ്മൾ സ്ക്വീസ് എന്ന് പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് മാർക്കറ്റിൽ എന്തെങ്കിലും വലിയ ന്യൂസോ മറ്റോ വന്ന് വില ഭയങ്കരമായിട്ട് ചാഞ്ചാടുമ്പോൾ ഈ റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടുന്നത് പോലെ ബാൻഡുകൾ തമ്മിൽ അകന്നുപോകും. ഇതിനെ നമ്മൾ എക്സ്പാൻഷൻ എന്നും പറയും. ഈ യൂറോ ഡോളർ ചാർട്ടിലേക്ക് ഒന്ന് നോക്കിക്കേ. ഈ ചാർട്ടിന്റെ ഇടതുഭാഗത്ത് 2017 ജൂൺ മാസത്തിൽ മാർക്കറ്റ് സൈഡ്വേസ് ആയി പോയപ്പോൾ ബാൻഡുകൾ നല്ലോണം അടുത്തേക്ക് വന്നത് കണ്ടോ? അതൊരു പെർഫെക്റ്റ് സ്ക്വീസാണ്. പക്ഷേ ആ സ്ക്വീസിന് ശേഷം എന്തുണ്ടായി? വോളറ്റിലിറ്റി കൂടി, വിലയിൽ ഒരു വലിയ മൂവ്മെന്റ് തുടങ്ങി. ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തപ്പോൾ ആ വലിയ വിലമാറ്റങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് ബാൻഡുകൾ പതിയെ വികസിച്ചു വരുന്നത് നിങ്ങൾക്ക് വലതുഭാഗത്ത് കാണാൻ പറ്റും. അതാണ് എക്സ്പാൻഷൻ. ഓക്കെ, ഇതൊക്കെ കൊള്ളാം. പക്ഷേ ഇതൊക്കെ വെച്ചിട്ട് ട്രേഡേഴ്സ് എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്? അപ്പോൾ ഈ ബാൻഡുകൾ തരുന്ന സിഗ്നലുകൾ എങ്ങനെയാണ് വായിച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വില പോയി മുകളിലുള്ള ബാൻഡിൽ തട്ടുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം മാർക്കറ്റ് ഒരുപക്ഷെ കുറച്ചധികം ഓവറായി കയറിപ്പോയി, അതായത് ഓവർ എക്സ്റ്റെൻഡഡ് ആയി എന്ന് പറയാം. അപ്പോൾ ഒരു ചെറിയ കറക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വില താഴത്തെ ബാൻഡിൽ പോയി തട്ടിയാൽ അത് ഒരുപാട് താഴേക്ക് പോയി ഒരു തിരിച്ചുകയറ്റത്തിന് സാധ്യതയുണ്ട് എന്നും നമുക്ക് ഊഹിക്കാം. ഇനി ബാൻഡുകൾ നന്നായിട്ട് ഇടുങ്ങി സ്ക്വീസ് ആവുമ്പോഴോ? പലരും അതിനെ കാണുന്നത് ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത പോലെയാണ്. അതായത് ഉടനെ തന്നെ ഒരു വലിയ വിലമാറ്റം വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചന. ഈ വോളാറ്റിലിറ്റിയുടെ ഒരു ഭീകരമായ ഉദാഹരണം നമുക്ക് നോക്കാം. S&P 500 സൂചികയെക്കുറിച്ച് ഒരാൾ പറഞ്ഞതാണിത്. ഫെബ്രുവരിയുടെ തുടക്കത്തിൽ ഒരു ശരിക്കുള്ള പൊട്ടിത്തെറിയാണ് ഞങ്ങൾ കണ്ടത്. മാർക്കറ്റ് ഒരു മലമുകളിൽ നിന്ന് താഴേക്ക് വീണ പോലെയായിരുന്നു. ആ സമയത്ത് ബോളിഞ്ചർ ബാൻഡുകൾക്ക് എന്തു പറ്റിയിട്ടുണ്ടാകും? ഈ ചാർട്ട് നോക്കിയാൽ ആ സംഭവം ക്ലിയർ ആകും. ഇടതുവശത്തെ ബാർ കണ്ടോ? വൊളാറ്റിലിറ്റി കുറവായിരുന്ന സമയത്ത് മുകളിലെയും താഴത്തെയും ബാൻഡുകൾ തമ്മിലുള്ള വീതി വെറും 50 പോയിന്റായിരുന്നു. പക്ഷേ ആ വലിയ ഇടിവ് വന്ന സമയത്ത് വലതുവശത്തെ ബാർ നോക്കിക്കേ, ആ വീതി 300 പോയിന്റിൽ കൂടുതലായി, അതായത് 6 ഇരട്ടിയിൽ കൂടുതൽ. അതാണ് എക്സ്പാൻഷൻ. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർത്തുവെക്കണം.
ഈ ബോളിഞ്ചർ ബാൻഡ്സ് എന്ന് പറയുന്നത് ഒരു മാജിക് ക്രിസ്റ്റൽ ബോളോ ഭാവി പ്രവചിക്കുന്ന എന്തെങ്കിലും സംഭവമോ അല്ല. ഇത് നാളെ എന്ത് സംഭവിക്കും എന്നല്ല പറയുന്നത്. പകരം ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇപ്പോഴത്തെ വില മറ്റ് വിലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു കണ്ണാടി പോലെയാണ്. അപ്പോൾ നമുക്കിതുവരെ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. 1. ഇത് വിലയുടെ റിലേറ്റീവ് ലെവലും വൊളാറ്റിലിറ്റിയും അളക്കുന്നു. 2. ഏകദേശം 95% സമയത്തും വില ഇതിനകത്തായിരിക്കും. സ്ക്വീസ് വന്നാൽ ഒരു വലിയ മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഹൈ വൊളാറ്റിലിറ്റിയാണ്. വില ഏതെങ്കിലും ഒരു ബാൻഡിൽ തട്ടിയാൽ അതൊരു എക്സ്ട്രീം സിറ്റുവേഷനായി കാണാം. പക്ഷേ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഇതാണ്: ബോളിഞ്ചർ ബാൻഡ് മാത്രം നോക്കി ഒരിക്കലും ഒരു ട്രേഡ് എടുക്കരുത്. ഇത് മറ്റു ഇൻഡിക്കേറ്ററുകളുടെയും അനാലിസിസിന്റെയും കൂടെ ഉപയോഗിക്കേണ്ട ഒരു ടൂൾ മാത്രമാണ്. ശരിയാണ്. ബോളിഞ്ചർ ബാൻഡ്സ് നമുക്ക് കാണിച്ചു തരുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്, അല്ലേ? അപ്പോൾ ചോദ്യം ഇതാണ്, ഈ പഴയ ഡാറ്റ ഉപയോഗിച്ച് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ മനസ്സിലാക്കാൻ നിങ്ങൾ ഇതിനെ എങ്ങനെ ഉപയോഗിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ.